ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ രാധികാമ്മയും വരുണും സംസാരിക്കുന്നുണ്ട്. രാധികാമ്മയോട് വരുൺ ചോദിക്കുന്നുണ്ട്, ആ ഗീതു എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് വരുണിൻ്റെ അടുത്ത്, എടാ അവൾ ഈ സത്യം അറിഞ്ഞില്ലേ, സത്യദാസാണ് എൻ്റെ ഭർത്താവ് എന്ന് അറിഞ്ഞില്ലേ, അപ്പോൾ ഇനി അവളെ പേടിക്കണം, അവളെല്ലാവരോടും ഈ രഹസ്യം പറയും, അവളെ പേടിക്കണം, എന്നും അവളുടെ അടിമയായി കഴിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ പേടിയാവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, അവളുടെ അടിമയായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത്, പിന്നെന്താ ഇതിന് എത്രമാത്രം പേടിക്കാനുള്ള? ആ പാട്ടുകാരിയാവും അവളോട് ഈ സത്യം പറഞ്ഞിട്ടുണ്ടാവുക, ആ പാട്ടുകാരി ബാംഗ്ലൂരിൽ നിന്ന് വന്നേ പിന്നെ നമുക്ക് കഷ്ടകാലമാണല്ലോ അമ്മേ എന്നൊക്കെ വരും പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും രാധികാമ്മേനെ ഭാസ്കരൻ വിളിക്കുന്നുണ്ട്. ഭാസ്കരൻ വിളിച്ചിട്ട് രാധികാമ്മ പറയുന്നുണ്ട്, ആ ഭാസ്കരേട്ട എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ആ മാർഗഴി രാവിലെ മുതൽ ഇവിടെ നിന്ന് കാണാനില്ല, വിളിച്ചിട്ടാണെങ്കിലോ ഫോണും എടുക്കുന്നില്ല, എവിടെ പോയി പെട്ടു എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ അതിലേക്കും വലിയ ടെൻഷനില്ല ഭാസ്കരേട്ട, ആ ഗീതു എല്ലാം അറിഞ്ഞു, നിങ്ങളാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ ഗീതു അറിഞ്ഞു, എല്ലാവരോടും പറയൂ എന്നുള്ള പേടിയിലാണ് ഞങ്ങളിപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, ഈ കാര്യം എനിക്ക് മുന്നേ അറിയായിരുന്നു, ആ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഗീതു എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത് എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, ഭാസ്കരേട്ടൻ എന്തിനാ അതിന് വഴങ്ങിയത്, ഭാസ്കരേട്ടൻ അനാർക്കലിയുടെ മകൾ എവിടെയെന്നുള്ള സത്യങ്ങൾ പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, അച്ഛന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറ, ഞാൻ പറയാം അത് ഗോവിന്ദേട്ടനോട്, അപ്പോൾ പിന്നെ ആ ഗീതുവിനെ ഇവിടുന്ന് പുറത്താക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അതിനുള്ള സമയമായിട്ടില്ല, ഞാൻ പറയാം, എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ശരി, മാർഗഴി എവിടെയാണെന്ന് ഞങ്ങൾ നോക്കാം, ഭാസ്കരേട്ടൻ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മിക്കവാറും അവളുടെ അച്ഛനെ തിരഞ്ഞ് ഭദ്രൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും, ഗീതോ ഗോവിന്ദോ കാണുന്നതിന് മുന്നേ അവളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോവാ എന്നൊക്കെ പറയുന്നുണ്ട് വരുണിൻ്റെ അടുത്ത്. പിന്നീട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഭാസ്കരൻ. പിന്നീടാണെങ്കിലോ ഭാസ്കരനും അനാർക്കലിയും സംസാരിക്കുന്നുണ്ട്. അതിൽ അനാർക്കലി പറയുന്നുണ്ട്, ആ അസത്ത് പെണ്ണിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, റിങ് ചെയ്യുന്നുണ്ട്, അവൾ വേണമെന്ന് വെച്ചിട്ട് എടുക്കാത്തതാണ് നമ്മളെ വട്ടുപിടിപ്പിക്കുന്നത് അവൾക്കൊരു ഹരമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നമ്മുടെ കാര്യമൊന്ന് കഴിഞ്ഞോട്ടെ അനാർക്കലി, ഇതിനൊക്കെ അവളെ കൊണ്ട് നമുക്ക് വെള്ളം കുടിപ്പിക്കണം, അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത കാശൊക്കെ തിരിച്ച് തന്നിട്ട് വേണം അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. പിന്നീട് രാധികാമ്മയും വരുണിനെയാണ് കാണിക്കുന്നത്. രാധികാമ്മ വരുണിനോട് പറയുന്നുണ്ട്, പോയി മാർഗഴിയെ പിടിച്ചോണ്ട് വാന്ന്. അപ്പോൾ ഇത് കേട്ട വരും പറയുന്നുണ്ട്, പിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജോലി കഴിഞ്ഞു, ആ മരങ്കേരി ഞാനിവിടെ പോയി കണ്ടുപിടിക്കാനാണ്, അവളെങ്ങനെ ഞാൻ പിടിച്ചോണ്ട് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എടാ നീ അവളും ഭദ്രൻ്റെ വീട്ടിലുണ്ടോ എന്ന് പോയി നോക്കുക എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഭദ്രൻ എവിടെയാന്ന് പോയി കണ്ടുപിടിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട വരും പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നു മാർഗഴിയെ പോയി തിരയാൻ, അമ്മ പറയുന്നു ഭദ്രനെ പോയി തിരയാൻ, സത്യത്തിൽ ഞാൻ ആരെയാണ് തിരയേണ്ടതെന്ന് വരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എടാ മണ്ട, നീ മാർഗഴീനെയും ഭദ്രനെയും പോയി തിരയേ, മാർഗഴി ഭദ്രനെ വന്ന് കണ്ടു എന്നാണ് നമുക്ക് അറിയേണ്ടത്, ഭദ്രനോട് പോയി ചോദിക്കുക മാർഗഴി വന്നിരുന്നോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വിലാസിനിയോട് ചോദിക്കുക ഭദ്രൻ എവിടെയാണെന്ന് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, എന്തിനാ അമ്മേ ഞാൻ ഈ ഭദ്രനെ തിരയുന്ന, ഭദ്രൻ എവിടെയാണെന്ന് ഭദ്രനല്ലേ അറിയുള്ളൂ, മാർഗഴി എവിടെയാണെന്ന് ഭദ്രൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ. ഇത് കേട്ട രാധികാമ്മ പറയുന്നുണ്ട്, എടാ മണ്ട, നീ എങ്ങോട്ടും പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് രാധികാമ്മ പോകുന്നുണ്ട്. അപ്പോൾ വരും തടയുന്നുണ്ട്, വേണ്ട ഞാൻ പോയിക്കോളാം, പക്ഷേ ആരെ തിരയണം ആരെ തിരയേണ്ട എന്നൊക്കെ തീരുമാനിക്കണത് ഞാനാണ്, അതിലാരും ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, നീ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് കാഞ്ചന വരുന്നുണ്ട്. കാഞ്ചന വന്നിട്ട് ചോദിക്കുന്നുണ്ട് രാധികാമ്മയുടെ അടുത്ത്, രാധികാമ്മ ഒരു ചൂട് വാർത്ത അറിഞ്ഞോ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല, നീ എന്താച്ചാൽ മനസ്സിലാവണം ഭാഷയിൽ പറയും കാഞ്ചന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, ഗോവിന്ദ് മാമനും ഗീതു പാപ്പയും ഇന്ന് ഓഫീസിലേക്കല്ല പോയത്, അവരാരും അറിയാതെ ടൂറിനാണ് പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, കണ്ടോ അമ്മേ കണ്ടോ, വന്ന് ഗോവിന്ദേട്ടൻ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അമ്മോട് പോലും പറയാതെയായി ഇപ്പോൾ പോക്ക്, അമ്മയെ അറിയിക്കാതെയായി പോക്ക്. അപ്പോൾ ഇത് കേട്ട കാഞ്ചന പറയുന്നുണ്ട്, ഇല്ല അവരാരോടും ഈ പ്രാവശ്യം ടൂറ് പോണ കാര്യം പറഞ്ഞിട്ടില്ല, ഗോവിന്ദ് മാമൻ വിജയലക്ഷ്മി അമ്മോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട രാധികയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് രാധിക ചോദിക്കുന്നുണ്ട്, ആണോ വിജയലക്ഷ്മിയോട് പോലും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കേട്ട
രാധിക പറയുന്നുണ്ട്, ആണോ അവർ ആരോടും പറയാതെയാണോ പോണേ, എന്നാൽ എനിക്ക് സന്തോഷം, അവർ എങ്ങടാച്ച പോയിക്കോട്ടെ, കുഴപ്പമില്ല പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട വരും പറയുന്നുണ്ട്, ഓ എന്തൊരു സന്തോഷം, ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതിയല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ വരും പറയുന്നുണ്ട്, ആ എങ്ങടാച്ച പോക്കോട്ടെ, അവർ വരണ വരെ സമാധാനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുൺ മാർഗഴിയെ തിരയാൻ പോകുന്നുണ്ട്. പിന്നീട് മാർഗഴിയും ഗീതുവിനെയും കാണിക്കുന്നുണ്ട്. ഗീതു ആണെങ്കിലോ മാർഗഴിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ പഴയ ഡ്രസ്സാണ്, ഇതൊക്കെ ഇനി മുതൽ നിനക്ക് ഇടാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അക്കൗണ്ടിൽ 5,45,00,000 ഞാൻ നിൻ്റെ പഴയ ഡ്രസ്സ് ഉപയോഗിക്കാനോ, അതൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എടി അതൊക്കെ എൻ്റെ പേര് വെച്ച് നീ ഉണ്ടാക്കിയതല്ലേ, അത് എനിക്ക് അർഹതപ്പെട്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ആർക്ക് അർഹതപ്പെട്ടതായാലും അതൊക്കെ ഞാൻ അധ്വാനിച്ച് വിയർത്ത് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അത് എൻ്റെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതൊക്കെ ശരിയേ, പക്ഷേ ചേച്ചിമാരുടെ ഡ്രസ്സ് അനിയത്തിമാർ ഇടണേന് ഒരു തെറ്റുമില്ല, നിനക്ക് എൻ്റെ ഡ്രസ്സ് ഇടാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ചേച്ചിമാരുടെ ഡ്രസ്സല്ലേ അനിയത്തിമാർ ഇടണ്ടേ, അങ്ങനെയാണെങ്കിൽ ഞാനാണ് ചേച്ചി, നീയാണ് എൻ്റെ ഡ്രസ്സൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അല്ല ഞാനാണ് ചേച്ചി, ഞാൻ ജനിച്ച് കൃത്യം 4 മിനിറ്റും 30 സെക്കൻഡും കഴിഞ്ഞിട്ടാണ് നീ ജനിച്ചത്, അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ചേച്ചി. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, എന്നാൽ തെളിവ് കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എനിക്ക് തെളിവ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാനാണ് മൂത്തത്, മറിച്ച് നീയാണ് മൂത്തത്, എനിക്ക് തെളിവ് കാണിക്കേണ്ടത് നീയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഞാനാണ് ചേച്ചി, എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിലാസിനി വരുന്നുണ്ട്. വിലാസിനി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, രണ്ടുപേരും ഇപ്പം തന്നെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അപ്പം ഞങ്ങളിൽ ആരാ മൂത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിലാസിനി ആണെങ്കിലോ എന്താ പറയണ്ടേന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു കൊടുക്കുക ഇവൾക്ക്, കൃത്യം 4.5 മിനിറ്റ് മുന്നേ ഇവളെയൊക്കെ ജനിച്ചത് ഞാനല്ലേ, അതൊക്കെ ഇവൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ആണോ അമ്മ, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, അതിപ്പോൾ എനിക്കെങ്ങനെ അറിയാനാ, നിങ്ങളുടെ അച്ഛനല്ലേ നിങ്ങളെ മാറ്റിക്കിടത്തിയേ, ഏത് കുഞ്ഞിനെയാണ് അവരെടുത്ത് പവിഴത്തിന് കൊടുത്തതെന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങളുടെ അച്ഛനോട് തന്നെ പോയി ചോദിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട മാർഗഴി പറയുന്നുണ്ട്, തൽക്കാലം നീ ഇപ്പം എന്നെ ചേച്ചിന്ന് വിളിച്ചോ, പിന്നീട് നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, അത് ശരി, അങ്ങനെ ചെയ്യാം, തൽക്കാലം മാർഗഴിയെ ഗീതു ഇപ്പോൾ ചേച്ചിന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതെങ്ങനെ അമ്മ ശരിയാവുക, ഞാനല്ലേ ആദ്യം കല്യാണം കഴിച്ചത്, ആ സീനിയോറിറ്റി വെച്ചിട്ടെങ്കിലും ഇവളെന്നെ ചേച്ചി വിളിക്കണ്ടേ, എന്നെ ചേച്ചി വിളിക്കട്ടെ, തൽക്കാലം എന്നെ ചേച്ചിന്ന് വിളിക്കട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, അത് ശരിയാ, എന്നാൽ മാർഗഴി ഇവളെ ഗീതുവിനെ ചേച്ചി എന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ആദ്യം കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് എല്ലാവരും ചേച്ചി ആവണം എന്നൊക്കെ ഉണ്ടോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. ഇത് കേട്ട ഗീതു പറയുന്നുണ്ട്, അമ്മ ഇവളെന്നെ ചേച്ചിന്ന് വിളിക്കട്ടെ, ഇവളെന്നും എനിക്കൊരു കൊച്ചു കുട്ടിയാണ്, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നോക്കണ്ട, എനിക്കെന്നും ഇവളെ കൊച്ചു കുട്ടിയാണ്, ഇവളെന്നെ ചേച്ചി വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട മാർഗഴി പറയുന്നുണ്ട്, എടി വഴക്കാളി, എനിക്കിപ്പോഴാടി നിൻ്റെ സ്വഭാവം മനസ്സിലായത്, നീയാണ് എപ്പോഴും വെറുതെ അളിയനോട് വഴക്ക് കൂടുന്നത്, അളിയനൊരു പാവം, നീയാണ് എപ്പോഴും നീ മുറ്റാടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഗീതു പറയുന്നുണ്ട്, നീ എങ്ങനെ എന്നെ ഒന്നും വിളിക്കരുത്, എൻ്റെ ഫാൻസിന് അതൊന്നും ഇഷ്ടമല്ല, അവർ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ മുത്താണ് എന്നാ പറയാറ്, നീ എന്താ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവർ കേട്ടാൽ അവർക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട മാർഗഴി പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്കും ഉണ്ടടി ഫാൻസ്, അവരെന്നെ മണിമുത്ത് എന്നാണ് വിളിക്കാറ്, നിന്നെ പോലെ അല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട വിലാസിനി പറയുന്നുണ്ട്, ഇത്രയും നിങ്ങൾ രണ്ടുപേരും തല്ലുകൂടുന്ന മനോഹരമായ നിമിഷം നമുക്ക് എത്ര കാലമാണ് നഷ്ടമായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് മാർഗഴി ഓടിച്ചെന്ന് വിലാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം അമ്മേ എന്ന് പറഞ്ഞു വിലാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗീതു ആണെങ്കിലോ സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുന്നുമുണ്ട്. പിന്നീടാണെങ്കിലോ വരുൺ വന്ന് എത്തി നോക്കുന്നുണ്ട്. ഗീതുവും മാർഗഴിയാണെങ്കിലോ തല്ലുകൂടി താഴത്തോട്ട് ഓടി വരുന്നുണ്ട്. മാർഗഴിയാണെങ്കിലോ മുറ്റത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന വരുൺ മാർഗഴിയെ കാണുന്നുണ്ട്. എന്നിട്ട് മാർഗഴിക്കാണെങ്കിലോ പേടിയാവുന്നുണ്ട്, അയ്യോ ഇനി ഗീതു ഇങ്ങോട്ടേക്ക് വന്നാൽ വരുൺ അവളെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാർഗഴി വരുണിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വരുൺ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കാണാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നീ ഒരുപാട് അങ്ങടെ അച്ഛനും അമ്മയും അഭിനയിക്കേണ്ട, എനിക്കറിയാം നീ മാർഗഴി ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് മാർഗഴി. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നിന്നെ പിടിച്ചുകൊണ്ടൊരു അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഞാനൊന്നും വരില്ല, ഞാൻ ഗീതു ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നീ നിൻ്റെ പണി നോക്കി പോടാ കുരങ്ങ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
ഇത് കേട്ട് വരും പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി നീ തന്നെയാണ് മാർഗഴി എന്ന്. കാരണം മണ്ടായെന്ന് തന്നെ ഒരുപാട് പേര് വിളിക്കും, പക്ഷെ കുരങ്ങായെന്ന് നീ മാത്രമേ എന്നെ വിളിക്കുള്ളൂ. എനിക്ക് ഉറപ്പാണിത് നീ തന്നെയാണ്. പിന്നെ നിനക്കറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം, ഗീതും ഗോവിന്ദേട്ടനും കൂടെ ടൂറ് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നീയാണെന്ന് ഉറപ്പിക്കാലോ എന്നൊക്കെ പറഞ്ഞ് മാർഗഴിയുടെ കൈ പിടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഗീതു ആണെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഗീതുവിനൊന്നും ചെയ്യാൻ കഴിയാത്ത വിഷമത്തിൽ അവൾ നിൽക്കുന്നുണ്ട്. വിലാസിനിയാണെങ്കിലും അവളെ പിടിച്ചുകൊണ്ടുപോകുന്ന വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഗോവിന്ദ് വരുന്നുണ്ട്. ഗോവിന്ദ് വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുണാണെങ്കിലും അവളുടെ കൈ പിടിച്ച് നിൽക്കുന്നതൊക്കെ ഗോവിന്ദ് കാണുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട എന്നെ ഇവൻ കൈ പിടിച്ചതാ ബലമായി ഉപദ്രവിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗോവിന്ദ് വന്ന ധൈര്യത്തിൽ മാർഗഴി അവനെ നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ഓടി വരുന്നുണ്ട്, എന്താടാ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വരുണാണെങ്കിൽ ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഇതുവഴി പോയപ്പോൾ വെറുതെ ഗീതുവിനെ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, കയറിയതാണെന്ന് പറഞ്ഞത് നീ ഉടനെ വന്ന് കൈയാണോ പിടിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. സോറി ഏട്ടത്തി അമ്മയെന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. വരും പോയതിന് ശേഷം മാർഗഴി ഗോവിന്ദിനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഞാൻ മാർഗഴിയെന്ന് കരുതി അവൻ എൻ്റെ കൈ കയറി പിടിച്ചത്. കണ്ണേട്ടൻ വാ, ഞാൻ ചായ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല മാർഗഴി. നിന്നെപ്പോലെ 10 പേരെ ഇവിടെ കൊടുന്ന് നിർത്തിയാലും ഞാൻ അതിൽ എൻ്റെ ഗീതുവിനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഗീതു വരുന്നുണ്ട്. ഗീതു ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യേ ചമ്മിയല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ഗീതു നിന്ന് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഇനി അനിയത്തി ചായ തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, അനിയനോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, കുറച്ചു മുന്നേ നീ എൻ്റെ അളിയെന്നല്ലോ വിളിച്ചത്, പിന്നെന്താ ഇപ്പോൾ അനിയൻ എന്നൊക്കെ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഇവളുടെ ചേച്ചിയാണല്ലോ, അപ്പോൾ അളിയൻ എൻ്റെ അനിയനാണല്ലോ, അതുകൊണ്ട് അനിയൻ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുറച്ച് ബഹുമാനം ഒക്കെ ആവാമെന്ന് മാർഗഴി പറയുന്നുണ്ട്. അപ്പോൾ നിന്നെ ഞാൻ ബഹുമാനിക്കുക ചേച്ചി എന്ന് പറഞ്ഞിട്ട് മാർഗഴിയുടെ ചെവി പിടിച്ച് തിരിക്കുന്നുണ്ട് ഗോവിന്ദ്. അപ്പോൾ മാർഗഴിയാണെങ്കിലോ അമ്മയെ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗീതുവും വിലാസിനെയൊക്കെ നോക്കി നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ വരുണെ രാധികാമ്മേനെയാണ് കാണിക്കുന്നത്. വരും പോയി വന്നതിന് ശേഷം രാധികാമ്മയോട് പറയുന്നുണ്ട്, അവിടെ ഗീതു ഇല്ല, മാർഗഴി ഇല്ല, ഒരു തിരുവാതിരക്കളി ഇല്ല, ആരുമില്ല, അവിടെ ഉള്ളത് ഗീതുവാണ്. ഞാൻ മാർഗഴിയാണെന്ന് വിചാരിച്ച ഗീതുവിൻ്റെ കൈ കയറി പിടിക്കുകയും ചെയ്തു. അതിനുള്ളത് എനിക്ക് നന്നായി കിട്ടുകയും ചെയ്തു. അവൾ എന്നെ തല്ലി അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഞാനവൾ മാർഗഴിയാന്ന് വിചാരിച്ചിട്ട് അവളെ പിടിച്ചോണ്ടേ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഉള്ളത് ഗീതുവാണ്, മാർഗഴിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ രാധികയ്ക്ക് സംശയം വരുന്നുണ്ട്. ടൂറ് പോയിരിക്കുക എന്ന് പറഞ്ഞ ഗീതുവിനെയും ഗോവിന്ദിനെയും എന്തിനാ അവിടെ പോയി ആരോടും പറയാതെ നിൽക്കുന്നത്, ഇവരെന്തിനാ നുണ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് വരുണിൻ്റെ അടുത്ത്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ അതാണോ പ്രശ്നം, അതോ എനിക്ക് അടി കൊണ്ടതാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, രണ്ടും അല്ല, മാർഗഴിയെ കാണാത്തതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ പ്രിയയും വിനോദും വഴക്കൂടുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ വരുണോട് ചോദിക്കണേ, ഈ പ്രിയ എന്തിനാ ഇത്ര ഉറക്കെ സംസാരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, അമ്മ വായോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അവർ താഴത്തോട്ട്. ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് പോകുന്നുണ്ട്. അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടുന്ന് പോകുന്ന കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, നീ വെറുതെ പറയാം വിനോദം, നിനക്ക് ആ രേഷ്മയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു പോകണത് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, ഞാൻ ഒരു രേഷ്മയുടെ അടുത്തേക്കോ അല്ല, ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ വിട് പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് പ്രിയ പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ഇല്ലാത്ത ധൈര്യമല്ലേ നീ ഇവിടുന്ന് പോകാൻ കാരണം, നോക്കിക്കോ ഞാൻ ചേച്ചിയോട് എല്ലാം വിളിച്ച് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, നീ എന്ത് വേണേലും ചെയ്തു, എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിനോദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രിയ ആണെങ്കിലോ ഗീതുവിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, വേണ്ട പ്രിയ, അവർ ടൂറിലല്ലേ, അപ്പോൾ നീ അവരെ വെറുതെ ശല്യപ്പെടുത്തണ്ട, അവർ വരട്ടെ എന്നിട്ട് നമുക്ക് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ വരും പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് പോലെ അവർ ടൂറൊന്നും പോയിട്ടില്ല, അവർ ഭദ്രൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഗീതു ആണെങ്കിലും ഒരു നുണയത്തിയാണ്, അവളുടെ കൂടെ കൂടിയിട്ട് കണ്ണനും ഇപ്പോൾ നുണ പറഞ്ഞു തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേഖ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്, അവരെന്ത് വേണേലും ചെയ്തോട്ടെ, നിങ്ങളെന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലും അതൊക്കെ കേട്ടിട്ട് രാധികാമ്മയും വരുണും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിലോ കാഞ്ചന പറയുന്നുണ്ട് പ്രിയയുടെ അടുത്ത്, പ്രിയമോളെ വിനോദ് പോയിരിക്കുന്നത് വീട്ടിലേക്കൊന്നും അല്ല, അവൻ രേഷ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ രേഷ്മേനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കറിയാം, നീയല്ലേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് വിഷമിച്ച് നിൽക്കുന്ന പ്രിയയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.